ഇത് പിന്നെ എൻ്റെ പെങ്ങളെ കുട്ടികളും അവരുടെ റിലേറ്റീവ്സൊക്കെ കേട്ടോ. അതായത് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ പേരമകനാണ് നസീഫുണ്ട്, വേറെ ആൾ സിദ്ദീഖ്, പിന്നെ ഇവരുടെ റിലേറ്റീവായ പേര് പറഞ്ഞു കൊടുക്കണം അജിലാണ്. ഇവരിപ്പോൾ പക്ഷേ വീഡിയോ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവരുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ ഒരു അഭിമാനമുള്ള ഒരു സംഭവം നടന്നപ്പോൾ അത് നിങ്ങളെ കാണിക്കുക എന്ന് പറയുന്നത് അതൊരു സന്തോഷമുള്ള സംഭവമാണ്. ചെയ്തത് വളരെ നല്ലൊരു പുണ്യപ്രവർത്തനമാണ്. ഒരുപാട് പ്രമുഖർ ഇന്ത്യയിലെ വിവിധ പേജുകളിൽ ഇവരുടെ റീൽസ് വന്നിട്ടുണ്ട്. വിവിധ ഹിന്ദി ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവരുടെ ആ ചെയ്ത പ്രവർത്തനത്തിൻ്റെ സംഗതി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പേജിൽ, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ, അതേപോലുള്ള ആളുകൾ മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ MLA മാരുടെ പേജിലൊക്കെ വന്ന് വൈറലായി. സന്തോഷം. ആദ്യം എന്താ വിഷയം പറയാം. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ഇത് പെങ്ങളെ വീടാണ്. അപ്പോൾ ഇവിടെ നിറയെ വെള്ളമായിരുന്നു. അത് ഞാൻ വിഷ്വൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നിറയെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ എത്ര ഒക്കെ ഉണ്ടാവും അല്ലേ? എത്ര ഉണ്ടാവും മോനെ? ഇത്ര ഉണ്ട്. ഇത് ഇവിടെ സ്പോട്ട് ഏതാ പറയുന്നത്? ഇരിങ്ങല്ലൂരാണ്. പിന്നെ നമ്മുടെ കടലുണ്ടി പുഴയുടെ തീരത്താണ്, ബാക്കിൽ കടലുണ്ടി പുഴയാണ്. അപ്പോൾ ആ ശക്തമായ മഴ വന്നപ്പോൾ ഞാനൊക്കെ എനിക്ക് തോന്നുന്നത് ഈ 2-3 ദിവസമായിട്ട് വയനാട് ആയതുകൊണ്ടാണ് വീഡിയോ വൈകിയത്. പിന്നെ ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് പറയില്ല കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ പെങ്ങളും മക്കളും ഇവരൊക്കെ സംഗതി ചെയ്യുമ്പോൾ നിങ്ങൾ അറിയിക്കണമല്ലോ. അവിടെ നിറയെ വെള്ളമാണ്. ഇവർ ഫ്ലഡായപ്പോൾ പിന്നെ കുടുംബക്കാർ വീട്ടിലേക്ക് മാറുന്നു. ഇവിടെ ഇടയ്ക്ക് അതിഥിയായിട്ട് വരുന്ന ഒരു പൂച്ച അതിൻ്റെ മുകളിലെത്തുന്നു. രാത്രിയാണ് ഇവിടുന്ന് വെള്ളം കയറിയപ്പോൾ പോയത് അല്ലേ? അത് സംഭവിച്ചെന്ന് പറയടാ. എന്താ സംഭവിച്ചത്? അത് നിങ്ങൾ എപ്പോഴാണ് പോയത്? ഞങ്ങള് നൈറ്റാ പോയത്. നൈറ്റ് പോയി. പൂച്ചകളെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ ജീവൻ തന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തേക്കലും സാധനം എടുത്തേക്കലും ഉള്ളതിൽ പോയി ഓടിപ്പോയി. നിറയെ വെള്ളം, അതുവരെ വെള്ളം ഉണ്ട്. ആ വെള്ളം അവിടെ റോഡ് വരെ ഉണ്ട്. ഓക്കെ, പോയി. പിന്നെ പിറ്റേ ദിവസം ഒരു ഉച്ച ടൈം ആയപ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പരിസരത്തുള്ള പൂച്ച. അതിൽ പിന്നെ ഇവിടെ എന്താ ഫുള്ള് വെള്ളം തന്നെയാണ്. ഇവിടെ ഫുള്ള് ആ പോതിയാര. അതിൽ പിന്നെ ഞങ്ങൾ 2 കൽപ്പിച്ച് ഞങ്ങൾ 5 ആൾക്കാരുണ്ട്. ഇനി അപ്പോൾ 3 ആൾക്കാർ ഇപ്പോൾ ഉള്ളു ഇവിടെ. 2 ഈ റെസിലും നിസിലും. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പൂച്ച ഇവിടെ മേലെ നിൽക്കണ്ട്. അതിൽ ഞങ്ങൾ അതിൽക്കൂടെ കയറാൻ ശ്രദ്ധിച്ച് അതിൽ കയറാൻ കഴിഞ്ഞില്ല. അതിൽ പിന്നെ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് ഈ സ്പോട്ടിൽ ഞങ്ങൾ വന്നത്. പിന്നെ ഇവിടെ വന്നു. പിന്നെ ഇത്ര ഹൈറ്റ് ഉണ്ടല്ലേ? എങ്ങനെ കയറിയത്? എന്നിട്ട് ആരെ പിടിച്ചെടുത്ത്? ഞാൻ ഇതിമ കയറി നിന്ന്. പിന്നെ ഒന്നും ചെയ്യാനില്ല. ഓനക്ക് എങ്ങനെയാലും കയറും വേണം. ഫസ്റ്റ് ഇവിടെ വേറെ ഓൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു നെസ്സില്. ഓനവിടെ താഴത്ത് നിർത്തി. ഓൻ്റെ ഷോൾഡർമേലാണ് ഇവൻ കയറിയത്. അത് കയറി ഓൻ്റെ ഷോൾഡർമേൽ ചോട്ടി നേരെ ഇതിമക്ക് കയറി. വേറെ നിർത്തി ഓൻ്റെ കൈമേലൊക്കെ മുറിയിക്കണേ. ഇതിമ ബ്ലേഡ് അല്ലേ? ജന്തുക്കളുണ്ടോന്നുള്ള പേടി ലാസ്റ്റ് ഓൻ അങ്ങനെയൊക്കെ കയറി. അവിടെ ഫുള്ള് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓടുമ്പോഴേ ശ്രദ്ധിച്ച് ഇങ്ങനെ മൂവ് ചെയ്തു. അതിന് പൂച്ചകള് പിന്നെ അങ്ങോട്ട് പോയി ആ സൈഡേക്ക്. പിന്നെ ആ സൈഡിൽ ഇങ്ങനെ പോയപ്പോ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് കൊച്ചുങ്ങൾ പാനി വന്നു ഓടി വന്നു. നമുക്കെല്ലാം സന്തോഷിക്കുന്ന കാര്യം. സന്തോഷം. ചുറ്റും വെള്ളല്ലേ? എന്താടാ പറയാനുള്ളത്? ഒരുപാട് ആള് കണ്ടു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി വീഡിയോ ജസ്റ്റ് ചെയ്താണ്. ഞങ്ങള് രസമായിട്ട് വീഡിയോ ഞങ്ങള് ചുമ്മാ ചെയ്തു. ഇങ്ങനെ അടിച്ചു കയറുന്ന നിങ്ങളെ പേജ് ഏതാണ്? പേജ് ഏതാണ് നിന്റെ കൂടെ? ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പാണ്. അതിൽ തന്നെ എത്ര പേര് കണ്ടു? അതിലിപ്പോ 560 കണ്ടു. പിന്നെ അങ്ങനെ ഓൾ ഇന്ത്യ വൈസിൽ ഒരുപാട് പേജിൽ വന്നില്ലേ? ഹൈദരാബാദ് അങ്ങനെ ഒരു ഒരുപാട് പേജ് വന്നു. അത് നിങ്ങൾ ചെയ്ത് ആണല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേജില് 1 ലക്ഷം ആൾക്കാർ കണ്ടല്ലേ? അത് നിങ്ങൾ ചെയ്തത് ചെറിയ കാര്യമില്ല കേട്ടോ. ഇത് സംഭവം കാണുന്നവർ ചിലപ്പോ ഇങ്ങനെ പറയും, പോസിറ്റീവാണ്. ഞാൻ കണ്ടു, ശ്രദ്ധിച്ചു. കമന്റൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തന്നെ പ്രൗഡായി. നമ്മളെ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാറുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് കിട്ടുക. ആൾക്കാരെ ഇനി ഓവർ പറഞ്ഞില്ലല്ലോ. ചെറിയ സംഭവം നിങ്ങളെ ഈ ഒരു ഇങ്ങനത്തെ പ്രവർത്തനം നടക്കട്ടെ അല്ലേ? മനുഷ്യന്മാരെ തന്നെ പക വെച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ മിണ്ടാപ്രാണികളായ അത് നിങ്ങൾ വളർത്തുന്ന പൂച്ചൊന്നല്ലല്ലോ. അത് വന്ന് സംഭവിച്ചു. എൻ്റെ വീട് ഇരിങ്ങല്ലൂർ വീടിൻ്റെ തന്നെയാണ്. പിന്നെ ഞാൻ പുറത്താണ്, പ്രവാസിയാണ്, ലീവിന് വന്നതാണ്. ഷോപ്പിലാണ്, പഠിക്കാണ്. ഇതാണ് പിന്നെ നമ്മളെ അളിയൻ കേട്ടോ. കുഞ്ഞാവാ, ഞങ്ങൾ കുഞ്ഞാൾക്ക് സന്തോഷമായില്ലേ? ഇത് പെങ്ങളെ മൂത്തമ്മാന്റെ മോളാണ്. മക്കള് ചെയ്ത കാര്യത്തിൽ എന്തോ വളരെ അഭിമാനകരമുണ്ട്. അങ്ങനെ തുടർന്നും അവർക്ക് ഇങ്ങനത്തെ ഒരു കരുണയും ഇത് ഉണ്ടായിരിക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരെ കുറിച്ച് ഓരോരോ പരാതികളും കാര്യങ്ങളുള്ള രീതിയിൽ മലപ്പുറത്ത് ഇപ്പോഴത്തെ കുട്ടികളും ഇതുപോലുള്ള കരുണയുള്ളവരുണ്ട് എന്നുള്ളൊരു ഇതും കൂടിയാണിത്. അത് തുടർന്നും അവർക്ക് ഉണ്ടാകട്ടെ എന്നുള്ളതിനാണ്. സഹജീവികളോടുള്ള ദയയും സ്നേഹവും അതെ.